ஒரே ஒரு முட்டை தான் மிச்சம் இருக்கு. ഇന്നലെ ഞാൻ 4 മുട്ട കണ്ടേ. ഇന്ന് നോക്കുമ്പോ ഒരു മുട്ടയുള്ളെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അത് ഒരു മുട്ട ഉള്ളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ള മുട്ടയൊക്കെ കഴിച്ചു. ആര് കഴിച്ചു? ആരോ കഴിച്ചു. ആരോ കഴിച്ചു എന്നാ? അതെങ്ങനെ ശരിയാവും? എന്തടി പാറു ഇത്? ചുമ്മാ അതെ കൊണ്ട് രാവിലെ അടുക്കള കയറുന്നൊരു മുട്ടയ്ക്ക് കണക്ക് പറയുന്നേ. ഫുഡിനൊന്നും കണക്ക് പറയല്ലേ പാറു? നീ ചുമ്മാ ഇറങ്ങിപ്പോയേ. അവനവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവനവൻ തന്നെ പോയി നോക്കിക്കണ്ട് ചെയ്യണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരുന്നാലേ പിന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അല്ല, നമുക്കൊന്നും പറയാൻ പാടില്ലല്ലോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും കുറ്റം. என்னம்மா என்னாச்சு? അവസാനം ഇവിടെ കയറി എന്നതുകൊണ്ടാ പണിയൊന്നും നടക്കാത്തതെന്ന് പറയാനും മടിക്കത്തില്ല. മനുഷ്യന്റെ കാര്യമല്ലയോ. അമ്മൂമ്മ കാര്യം തെളിച്ച് പറയാവോ? എടാ, കുഴിപ്പള്ളത്തെ കാര്യം ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മടിയാണെന്നും പറഞ്ഞുകൊണ്ട് ബസ്സിൽ കയറാൻ വയ്യാന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നടക്കുക. പറ, ബാക്കിയും കൂടെ പറ. എന്താ നിർത്തിക്കളഞ്ഞ്? ബാക്കി പറഞ്ഞ ചേച്ചിയുടെ കൊളുത്തോന്ന് അമ്മമ്മയ്ക്ക് അറിയാം. അതുകൊണ്ടാ ബാക്കി പറയാൻ. அதெல்லாம் விடு லட்சு. இன்னைக்கு காலையில நம்ம அப்பவும் முட்டைக்கறியும் வைக்கலாமா? அல்லைனா நம்ம கிழங்கு கறி வைக்கலாம். കുഴിപ്പളത്തിലെ അപ്പാക്ക് കിഴങ്ങ് കറി തന്നെ ரொம்ப പിടിക്കും. അവരുടെ ഇഷ്ടം ഇനി ആരും നോക്കൊന്നും വേണ്ട. കരയാൻറ്റി, ചില ആൾക്കാർക്കേ അവരിപ്പോ ഇവിടെ നിൽക്കുന്നത് പിടിക്കുന്നില്ല. കേശുവേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ എന്തുവാ പറഞ്ഞത് നീ കേട്ടതാന്നേ? ഞാനും കേട്ടായിരുന്നു അമ്മമ്മ. ഒന്ന് ചുമ്മാ ഇരി വച്ചേ. അവര് കുഴിപ്പളത്ത് പോകാത്ത കാര്യത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അമ്മൂമ്മ പറഞ്ഞിട്ട് ധ്വനിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? അവരിവിടെ നിൽക്കുന്നത് അമ്മൂമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. ചേച്ചി പതുക്കെ പറയിച്ച് ഇതുപോലെ അവർ കേട്ടോണ്ടെന്ന് കഴിഞ്ഞാൽ അവര് തെറ്റിയിരിക്കും. അപ്പൊ അമ്മൂമ്മ പറഞ്ഞത് അവര് കേട്ടോണ്ട് വന്നാൽ തെറ്റിയിരിക്കത്തില്ലേ? അമ്മൂമ്മ, ഇനി അവര് വരുമ്പോഴത്തേക്കും മര്യാദയ്ക്ക് സൂക്ഷ്യം കണ്ടൊക്കെ സംസാരിക്കണം കേട്ടാ. ഓ, ഇനി നിന്റെ അമ്മായിയമ്മ അമ്മായിയപ്പനെയും പേടിച്ച് ഞാൻ തുമ്മാനും പാടില്ലേ? ഓഹോ, അമ്മൂമ്മ അപ്പൊ ആ റൂട്ട് പിടിച്ചാണല്ലേ പോണത്? നീയല്ലേ ഇപ്പൊ ആ റൂട്ട് പിടിച്ചു പോന്നേ? രണ്ടുപേരെ റൂട്ട് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ വലിയൊരു അടി അങ്ങ് ഒഴിവാകും. എന്ത് പറയണ? അയ്യോ, ഞാൻ ഒന്നിനുമല്ലേ. എന്റെ പ്രാണനും കൊണ്ട് ഞാൻ പടവലത്തെങ്ങാനും പോയി നിന്നോളാം. ഞാനിവിടെ നിൽക്കുന്നല്ലേ ബുദ്ധിമുട്ട്. ഞാനിവിടെ നിന്നാലേ അവിടെ സ്വസ്ഥതയ്ക്ക് കുഴപ്പമുണ്ടായാലോ. കണ്ടാ കണ്ടാ, ഈ രണ്ടും കെട്ട സ്വഭാവമാണ് എനിക്ക് അമ്മൂമ്മയുടെ തീരെ പിടിക്കാത്തത്. നീയല്ലേ രണ്ടും കെട്ട രീതി സംസാരിക്കുന്നത്? ഓ, അപ്പൊ ഞാനാണ് രണ്ടും കെട്ട സ്വഭാവം കാണിക്കണത്? അവരെ കാണുമ്പോഴത്തേക്കും മോളെ സീതേ ജനാദനാന്ന് തികച്ചു വിളിക്കൂലല്ലോ. അവരെ കൂടെ മാറി കഴിയുമ്പോഴത്തേക്കും അമ്മൂമ്മയുടെ സ്വഭാവം മാറും. ഒരെണ്ണം വെച്ചെന്നാലുണ്ടല്ലോ കേട്ടാ. അമ്മൂമ്മ പോട്ടമ്മൂമ്മ വിട്. ഇതിപ്പോ അവരുടെ മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്തുവല്ലേ. മിണ്ടായടി. ஐயோ லட்சு, அம்மா வந்து வேற ஒன்னும் சொல்லல. அங்க போய் வேலையெல்லாம் பார்க்கணும், அவ்வளவுதான் அம்மா சொன்னாங்க. അയ്യോ, അതൊന്നും അവക്ക് അറിയണ്ട. അവിടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും പറഞ്ഞില്ലയോ? ഇപ്പം അവിടെ അമ്മായിയപ്പനും അമ്മായിയമ്മയാണ് കാണപ്പെട്ട ദൈവം. അതെ, എന്റെ അമ്മായിയപ്പനാണ് എനിക്കിപ്പൊ കാണപ്പെട്ട ദൈവം. അതിന് അമ്മൂമ്മയ്ക്ക് എന്ത് കുഴപ്പം? അതെ, മതി. ഇത് അവര് വല്ലതും കേട്ടോണ്ട് വരും. പ്ലീസ് കേട്ടോണ്ട് വന്നാലെന്താ? എനിക്ക് പറയാനുള്ളത് ആരുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ ഞാൻ പറയും. അവര് കുഴിപ്പളത്ത് പോകാതെ ജോലിക്കാരും നോക്കാതെ ഇവിടെ മടി പിടിച്ചിരിക്കുന്നതിനെ കുറിച്ചേ ഞാൻ സംസാരിച്ചുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ സംസാരിച്ചില്ല. അമ്മൂമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അവരിവിടുന്ന് പോണം, അത്രയല്ലേ ഉള്ളൂ. ശരിയാക്കി തരാം.